KPCC നേതൃത്വം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തതിൽ CPIM-ന് എന്താണ് ഇത്ര കല്ലുകടി? വളരെ ലളിതമാണ് അതിൻ്റെ ഉത്തരം. CPIM മൂന്നാമതൊരു ഭരണ തുടർച്ച, ജനങ്ങളുടെ അബദ്ധം കൊണ്ട് കഴിഞ്ഞ തവണ ഭരണ തുടർച്ച കിട്ടിയത് അതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കാം. വീണ്ടും കിറ്റുകൾ കൊടുത്ത് ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിൻ്റെ കുടിശ്ശിക ഉൾപ്പെടെ ഒറ്റത്തവണ കൊണ്ട് തീർപ്പാക്കി ജനങ്ങളുടെ കയ്യടി നേടിയെടുക്കാം എന്ന് ധരിച്ചിരിക്കുകയാണ് കാരണഭൂതനും കുടുംബവും. ഏതായാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആകെ ബേജാറിലാവുകയാണ് CPIM. അതുകൊണ്ടാണ് പലരെയും കൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും സൈബർ ആക്രമണം നടത്തുന്നതും ഒക്കെ. മാത്രമല്ല, CPIM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ കാര്യം തന്നെ എടുത്തു നോക്കൂ. അവരുടെ ഫോട്ടോ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എല്ലായിടത്തും ഒട്ടിച്ചു വരുന്ന രീതിയിലേക്ക് അവരുടെ മഹാസമ്മേളനമാണ്, ലോകോത്തര നിലവാരത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് തട്ടിവിടുന്നതാണല്ലോ കാണുന്നത്. ഇതൊന്നും ആളുകൾ ഗൗനിക്കാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. കാരണം കേരളം എന്ന ഇട്ടാവട്ട തുരുത്തിൽ, ഈ തുരുത്തിൽ മാത്രമാണ് CPIM എന്ന പ്രസ്ഥാനം. ഇന്ത്യ മുഴുവൻ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന മഹാപ്രസ്ഥാനം ചുരുങ്ങി വലിയ തോതിൽ ക്ഷയിച്ച് ശോചനീയമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴും അതിലെ നേതാക്കളുടെ അഹങ്കാരം തെല്ലും കുറഞ്ഞിട്ടില്ല, വർദ്ധിച്ചിട്ടേ ഉള്ളൂ. അധികാരത്തിൻ്റെ മത്ത പിടിച്ചിരിക്കുന്ന പലരും എന്തുമാകാം എന്നുള്ള രീതിയിലാണ് ജനങ്ങളുടെ മണ്ടയിലേക്ക് കൃത്യമായും അവരുടെ നികുതി പണം ഉപയോഗിച്ച് സ്റ്റേറ്റ് കാറിൽ വിലസി നടക്കുന്നവർ അവരുടെ മണ്ടയിലേക്ക് കയറുമ്പോൾ സാധാരണക്കാർ എന്താണ് ചെയ്യേണ്ടത്? ഷാഫി പറമ്പിലിൻ്റെ മൂക്കടിച്ച് തകർത്തു. ഇപ്പോൾ മൂക്കിൻ്റെ പാലം മാത്രമേ ഒടിഞ്ഞിട്ടുള്ളൂ. ഇനി മറ്റു പലതും സംഭവിക്കുമെന്നത് CPIM-ൻ്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ശൈലിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മുൻകരുതൽ എന്ന രീതിയിലേക്ക് അക്രമ രാഷ്ട്രീയം ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി കോൺഗ്രസ് നേതൃത്വം വളരെ വ്യക്തമായി CPIM-ന് വേണ്ടി കുടലൂതുന്ന ചാനലുകൾക്ക് അഭിമുഖങ്ങൾ കൊടുക്കാതെ അവരെ പരമാവധി ബഹിഷ്കരിച്ച് അവരുമായിട്ടുള്ള സംസർഗം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിലൊന്ന്, വ്യാജ വാർത്തകൾ മാത്രം നുണ ഫാക്ടറികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ അതേ ആർജവത്തോടെ തട്ടിവിടുന്ന ആൻഡ്രു അഗസ്റ്റിൻ്റെ ചാനലായ റിപ്പോർട്ടറാണ്. കൈരളി ന്യൂസിനേക്കാൾ വലിയ വീറും വാശിയോടു കൂടിയാണ് റിപ്പോർട്ടർ ചാനൽ മാങ്കൂട്ടത്തിലെതിരെയും ഷാഫി പറമ്പിലിനെതിരെയും പൊടിപ്പൊന്നെങ്കിലും വെച്ച് വാർത്തകൾ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി തട്ടിവിടുന്നത്. ചാനൽ റേറ്റിംഗ്, അതായത് ബാർക്ക് റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ത് നെറികേടും കാണിക്കാൻ കഴിയും ഇവർക്ക് എന്നുള്ളത് കഴിഞ്ഞ ഏതാനും കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നും പറഞ്ഞ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശോഭ നിറം കെട്ടിട്ടില്ല. ഷാഫി പറമ്പിലിന് വടകരയിൽ കൂടുതൽ സ്വീകാര്യത കൂടുകയും ചെയ്തു. അതോടുകൂടി ഷാഫി പറമ്പിലിനെതിരെ ചെമ്പട എന്ന് പറഞ്ഞതുപോലും എന്തിൻ്റെ പേരിലായിരുന്നു എന്ന് ചാണ്ടി ഉമ്മൻ വളരെ വിശദമായി പറഞ്ഞു. അതായത് ശബരിമലയിലെ അവിടുത്തെ സ്വർണ്ണപ്പാളികൾ അത് മൊത്തത്തിൽ അടിച്ചു മാറ്റി അവിടെ ചെമ്പ് പൂശിയപ്പോഴാണ് അറിയാതെ കുറുക്കൻ എല്ലാം ഭക്ഷണവും വിട്ടുവിഴുങ്ങി പറഞ്ഞ് സന്തോഷിക്കവേ ഓരിയിടുന്നത് പോലെ ചെമ്പട എന്ന് നഗ്ന സത്യം വിളിച്ചു പറഞ്ഞത്.